ഇന്നലെ ശ്രീലങ്കൻ തീരത്തിന്റെ അടുത്ത് വെച്ച് ഇറാന്റെ ഒരു യുദ്ധക്കപ്പലിനെ അമേരിക്കൻ മുങ്ങിക്കപ്പൽ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുകയുണ്ടായി. എന്നിട്ട് അത് തകർക്കാണ് ഉണ്ടായത്. അതിൽ 180 പേരോളം ഉണ്ടായിരുന്നു. അതായത് ഇറാന്റെ 180 സൈനികർ അതിലുണ്ടായിരുന്നു. അതിൽ 86ഓളം പേര് മരിച്ചു എന്നാണ് ഇപ്പോൾ വന്ന വാർത്ത. അപ്പം ഈ ഒരു യുദ്ധത്തിൽ മുങ്ങിക്കപ്പലിന്റെ ഒരു പ്രാധാന്യമാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അതായത് ഇറാന് മുങ്ങിക്കപ്പലൊന്നുമില്ല, പക്ഷെ അമേരിക്ക ഇപ്പോൾ ഒരു സ്ട്രാറ്റജി മാറ്റി ഇപ്പം മുങ്ങിക്കപ്പൽ വെച്ച് ഇറാന്റെ ഈ സൈനിക കപ്പലുകൾ ഇങ്ങനെ തകർത്തോണ്ടിരിക്കുകയാണ്. എന്താണ് സാറിന് പറയാനുള്ളത് അതിനെപ്പറ്റി? ശരിക്കും ആ, അമേരിക്കയുടെ കൈവശം 60ഓളം അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന മുങ്ങിക്കപ്പലുകൾ. നമ്മൾ ചിന്തിക്കേണ്ട ഇത് അതീവ മാരകമായ ഒരു ആ, യുദ്ധ സംവിധാനമാണ്. ഈ മുങ്ങിക്കപ്പലുകൾ ഒരു ശബ്ദവും ഉണ്ടാക്കാതെ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ ജസ്റ്റ് മുകളിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കും. ഈ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾക്കുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ അതിന് വായു എടുക്കാനായിട്ട് മുകളിലേക്ക് വരേണ്ട കാര്യമില്ല. അതിൽ തന്നെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ തന്നെ ആവശ്യത്തിന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കാരണം ചെറിയ ആണവ റിയാക്ടറുകളാണ് അതിന് ഈ ഊർജം കൊടുക്കുന്നത്. നമ്മൾ പെട്രോളോ ഡീസലോ അങ്ങനെയൊന്നും അല്ല. ആണവ റിയാക്ടർ വെച്ചിട്ട് അതിൻ്റെ ശക്തിയിലാണ് ഈ എഞ്ചിൻ പ്രവർത്തിക്കുന്നതും ഈ മുങ്ങിക്കപ്പൽ മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു 500 600 അല്ലെങ്കിൽ ചിലപ്പോൾ 1000 വരെ നാവികരൊക്കെ ഉള്ള മുങ്ങിക്കപ്പലുകളുണ്ട്. നമുക്ക് അതൊരു വേറൊരു ലോകമാണ്. അവര് ഒരു വർഷം വേണമെങ്കിലും മുകളിലോട്ട് വരാതെ സമുദ്രത്തിനടിയിൽ കിടക്കാം. ഈ ഇത് അമേരിക്കയുടെ ഒരു വലിയ മേൽക്കൈയാണ് ഇറാന് മേലുള്ളത്. ദൗർഭാഗ്യവശാൽ ഇറാന്റെ കൈവശം അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നത് പോയിട്ട് പരമ്പരാഗത രീതിയിലുള്ള ഡീസൽ ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു മുങ്ങിക്കപ്പൽ പോലും ഇല്ല എന്നാണ് പറയുന്നത്. ഇനി അഥവാ ഒരെണ്ണം എങ്ങാണ്ട് ഉണ്ടെന്ന് പറയുന്നത്, അത് ഉണ്ടെങ്കിൽ തന്നെ 30-40 വർഷം പഴക്കമുള്ളതായിരിക്കും. ഇറാൻ സത്യത്തില് ഒരു വലിയ ഭീതിജനകമായ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇറാന്റെ കപ്പലുകൾ എവിടെ വേണമെങ്കിലും അമേരിക്കയ്ക്ക് തകർക്കാം, ഇഷ്ടം പോലെ. ഇത് നമ്മൾ പിന്നെ കൊളംബോയ്ക്ക് അപ്പുറത്ത് നടക്കുന്ന ഈ ഒരു സംഭവം കണ്ടാലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ യുദ്ധത്തിന്റെ ഭീകരത നമുക്ക് വെളിപ്പെടുത്തുന്ന ആ ഒരു സംഭവമാണ്. അതായത് അമേരിക്കയുടെ ഒരു അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന മുങ്ങിക്കപ്പൽ തിരിച്ചറിയുന്നു ഈ ഐറിസ് ദേന എന്ന ഇറാന്റെ ഒരു ഫ്രിഗേറ്റാണ്. ഫ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ യുദ്ധക്കപ്പലുകൾ 3 തരമാണ്. ഏറ്റവും വലുത് ഡിസ്ട്രോയർ, അതിന് താഴെ ഫ്രിഗേറ്റ്, അതിന് താഴെ കോർവെറ്റ്. ഒരു ഡിസ്ട്രോയർ എന്ന് പറഞ്ഞാൽ ഒരു വിമാനവാഹിനി കപ്പൽ കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കപ്പലാണ്. അതൊരു 200, 250, 300 മീറ്ററോ അതിനും മുകളിൽ വലിപ്പമുള്ള ഫ്രിഗേറ്റുകളൊക്കെ ഉണ്ട്. ഫ്രിഗേറ്റുകളിലൊക്കെ സാധാരണ ഒരു 2 ഹെലികോപ്റ്ററൊക്കെ കാണും. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിട്ടുണ്ട്, പാർക്ക് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ അതിന് താഴെയുള്ള ക്ഷമിക്കണം, ഡിസ്ട്രോയർ. ഫ്രിഗേറ്റ് അതിന് താഴെയുള്ളതാണ്. ഫ്രിഗേറ്റിന് ഏതാണ്ട് ഒരു 150, 200 നാവികരൊക്കെയുള്ള, ചിലത് അതിലും വലുതുണ്ട് ഫ്രിഗേറ്റ്. അപ്പൊ അങ്ങനെയുള്ള 2 ഫ്രിഗേറ്റുകൾ ഇറാൻ്റേത് ഒരു ഇന്ത്യയും മറ്റു ചില രാഷ്ട്രങ്ങളുമായിട്ട് ചേർന്നുള്ള ഒരു സംയുക്ത നാവിക അഭ്യാസ പ്രകടനത്തിനായിട്ട് വിശാഖപട്ടണത്ത് എത്തിയതാണ്. എത്തിയിട്ട് അവർക്ക് തിരിച്ചു പോകാൻ പേടിയാണ്. ഇന്ത്യയുടെ സമുദ്രാതിർത്തി വരെ ഇന്ത്യ അക്കമ്പനി ചെയ്യും. അങ്ങനെയാണ് അതിന്റെ നിയമം. ഇന്ത്യയുടെ അന്തർവാഹിനികൾ, ഇന്ത്യയുടെ അന്തർവാഹിനികൾ ഇന്ത്യയുടെ സമുദ്ര ഇതില് കുറച്ച് വിവാദങ്ങൾ. ഒരു മിനിറ്റ് ഞാൻ പറയാം. അല്ല, ഞാൻ അത് ഒരു മിനിറ്റ് പറയാം. അതായത് ഇന്ത്യയുടെ സമുദ്രാതിർത്തി വരെ ഇന്റർനാഷണൽ വാട്ടറിൽ കയറുന്നത് വരെ ഇന്ത്യയുടെ അന്തർവാഹിനികൾ അതിനെ അക്കമ്പനി ചെയ്യും. പക്ഷെ എപ്പോഴാണ് അത് ഇന്റർനാഷണൽ വാട്ടറിൽ കയറുന്നത്, പിന്നെ ഇന്ത്യയുടെ ഉത്തരവാദിത്തമല്ല, അവരുടേതായ പോണം. അപ്പൊ അവരങ്ങനെ പോയി. അന്നേരമാണ് പതുങ്ങിക്കിടന്ന അമേരിക്കയുടെ അന്തർവാഹിനി ഇതിനെ കാണുകയും അവർ ടോർപിഡോ അയച്ചിട്ട്, അതായത് ലോകത്തിൽ ഇന്ന് ഈ പറയുന്ന ഏറ്റവും മാരകമായ ഒരു ടോർപിഡോ അമേരിക്കയുടെ കൈവശമുണ്ട്. ആ ടോർപിഡോ ഉപയോഗിച്ച് ഈ കപ്പലിനെ നെടുക പിളർത്തിക്കളഞ്ഞു എന്നാണ് വാർത്ത. ആ ടോർപിഡോ ഈ കപ്പലിന്റെ അടിയിൽ ചെന്നിട്ട് അത് പിന്നെ സ്ഫോടനം നടക്കും. അങ്ങനെ സ്ഫോടനം നടത്തിയിട്ട് അത് ചെന്ന് ഇടിക്കുകയല്ല ചെയ്യുന്നത്, അത് പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് ആ കപ്പലിൽ 180 നാവികരുണ്ടായിരുന്നത് ഏതാണ്ട് 86ഓളം നാവികർ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവരെ കാണാനില്ല. അതാണ് 86 അല്ല, 84 പേര് കൊല്ലപ്പെട്ടത്. ഇതാണ് ഈ SLW2 എന്നാണ് ഈ ടോർപിഡോയുടെ പേര്. ഇത് അതിവേഗത്തിൽ നീങ്ങാൻ പറ്റുന്ന ഒരു ടോർപിഡോയാണ്.
ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി ചോദിച്ചോളൂ. ഈ രണ്ടാം വേൾഡ് വാർ കഴിഞ്ഞിട്ട് ഈ ടോർപിഡോ ഉപയോഗിച്ചിട്ട് തകർക്കുന്ന ആദ്യത്തെ കപ്പൽ ഇതാന്ന് പറഞ്ഞത് ശരിയാണോ? അല്ല, അത് ആദ്യത്തെ കപ്പലല്ല, രണ്ടാമത്തെ കപ്പലാണ്. കാരണം ആദ്യത്തെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ടോർപിഡോ ഉപയോഗിച്ച് ഒരു വലിയ കപ്പലിനെ തകർക്കുന്നത് ആദ്യം ബ്രിട്ടനും അർജന്റീനയും തമ്മിൽ ഫാക്ലാൻഡ് ദ്വീപുകൾക്ക് വേണ്ടിയിട്ട് 1982 ആ കാലഘട്ടത്തിൽ ഒരു യുദ്ധം നടന്നു. അന്ന് അർജന്റീനയുടെ ഒരു യാത്രാ കപ്പല് ബ്രിട്ടൻ ടോർപിഡോ ഉപയോഗിച്ച് തകർത്തിരുന്നു. അതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ആദ്യത്തെ ടോർപിഡോ ആക്രമണം. ഇത് രണ്ടാമത്തെയാണ്. പക്ഷേ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ ഉപയോഗിച്ച് നടത്തുന്ന ആദ്യത്തെ ടോർപിഡോ ആക്രമണമാണിത്. അത് ചോദിച്ചോളൂ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. ഇപ്പം ഇന്ത്യൻ തീരത്തിന്റെ അടുത്ത് വെച്ചിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഇറാന്റെ ഒരു കപ്പൽ ഇന്ത്യൻ സൈനികരായിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് എല്ലാവരും ഭയങ്കര ഒരു വിമർശനമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും? അല്ല, ഇന്ത്യൻ തീരത്തല്ല ഇത്. ശരിക്കും അതൊരു തെറ്റിദ്ധാരണയാണ്. ഇത് ശ്രീലങ്കയുടെ തെക്കൻ ഭാഗത്തുള്ള ഗല്ലി എന്ന ഒരു തുറമുഖമുണ്ട്. ആ ഗല്ലി തുറമുഖത്തിന് അകലെ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ഇത് നടക്കുന്നത്, ഈ ആക്രമണം നടന്നത് ഇന്റർനാഷണൽ വാട്ടർ, അന്താരാഷ്ട്ര ജലപാതയിലാണ്. അത് ഇപ്പൊ രണ്ട് തരത്തിലാണ്. ഒരു രാജ്യത്തിന് 12 ഒരു തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ അകലെ വരെയുള്ള പ്രദേശം, അത് ആ രാജ്യത്തിന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയും. ആ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ മറ്റൊരു രാജ്യത്തിന്റെ കപ്പലിനും, യാത്രാ കപ്പലായിക്കൊള്ളട്ടെ, എന്നിരുന്നാൽ പോലും അനുവാദമില്ലാതെ കയറാൻ പാടില്ല. അപ്പോൾ 12 നോട്ടിക്കൽ മൈല് നമ്മുടെ പരമാധികാര മേഖലയാണ്. ഇപ്പൊ കേരളത്തിന്റെ 12 നോട്ടിക്കൽ മൈൽ വരെ സാധാരണഗതിയിൽ കോസ്റ്റ് ഗാർഡും കേരള പോലീസിനൊന്നും ഇപ്പം ഇതില്ല, ബോട്ടില്ല, എങ്കിലും മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഒക്കെ റോന്ത് ചുറ്റണമെന്നാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷെ കോസ്റ്റ് ഗാർഡാണ് ഇന്ത്യയെ സംബന്ധിച്ചിപ്പം ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കപ്പലുകൾ വരെയുണ്ട്. കൊച്ചിയിലൊക്കെ കോസ്റ്റ് ഗാർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഗാർഡാണ് ഈ 12 നോട്ടിക്കൽ മൈൽ വരെ റോന്ത് ചുറ്റുന്നത്. അതിനപ്പുറത്തേക്ക് 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള പ്രദേശത്തിന് എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ എന്നാണ് പറയുന്നത്. ഈ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലൂടെ ശരിക്കും ഏതൊരു രാജ്യത്തിൻ്റെയും ചരക്ക് കപ്പലിന് നീങ്ങാം. അതായത് 12 നോട്ടിക്കൽ മൈലിന് ശേഷം അപ് ടു 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള ഒരു കപ്പൽ കടലിലൂടെ ഏത് രാജ്യത്തിൻ്റെയും ചരക്ക് കപ്പലുകൾക്ക് അനുവാദമില്ലാതെ പോകാം. പക്ഷേ സൈനികമായിട്ട് അവർക്ക് അവിടെ ഇടപെടാൻ പാടില്ല. ഒരു യുദ്ധക്കപ്പൽ പ്രവേശിക്കണമെങ്കിൽ പോലും ഏത് രാജ്യത്തിൻ്റെ ഈ ഇസഡ് എന്ന് പറയുന്ന എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആണോ ആ രാജ്യത്തിൻ്റെ അനുവാദം കിട്ടണം. ഇവിടെ അമേരിക്ക ആക്രമിച്ചത് ശ്രീലങ്കയുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ പോലും അല്ല. അതായത് ഈ ശ്രീലങ്കയുടെ പുറത്താണ്. ഈ 200 നോട്ടിക്കൽ മൈലിനോട് തൊട്ടപ്പുറത്ത് ഉള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ആക്രമണം നടന്നത്. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നം പറ്റിയത്, ഇതൊരു യുദ്ധക്കപ്പലാണ്. അത് കാരണം അനുവാദം കിട്ടാതെ ഇറാന്റെ കപ്പലിന് ശ്രീലങ്കയുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ കയറാൻ പറ്റത്തില്ല. അപ്പൊ അവർ ഈ അനുവാദം ചോദിച്ച് കാത്തിരിക്കുന്നതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇതിനുള്ളിലേക്ക് കയറിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയുടെ അന്തർവാഹിനി ആക്രമിക്കാതെ അങ്ങ് തിരിച്ചു പോയിന്. കാരണം അത് മറ്റൊരു രാജ്യത്തിന്റെ പ്രദേശമാണല്ലോ. അവരും അമേരിക്കയും തമ്മിൽ യുദ്ധമില്ലല്ലോ. അമേരിക്ക ആ ഒരു മര്യാദ കാണിച്ചേ. ശ്രീലങ്കയ്ക്ക് അമേരിക്കയെ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല, അത് വേറൊരു യാഥാർത്ഥ്യം. പക്ഷെ ഇവിടെ അതുപോലെ തന്നെ നമുക്ക് അതിനകത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. ഇങ്ങനെ ഒരു ഡിസ്ട്രസ് കോള് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി പറയുന്നത് ഇന്നലെ വെളുപ്പിന് 5 മണിക്കോട് അടുപ്പിച്ചാണ് അവർക്ക് ഡിസ്ട്രസ് കോൾസ് ലഭിക്കുന്നത്. അപ്പോൾ തന്നെ അവർ പോയിരുന്നു. അരമണിക്കൂറിനുള്ളിൽ ഇന്ത്യയുടെ അതിനടുത്തൂടെ അന്താരാഷ്ട്ര കപ്പൽച്ചാലിലൂടെ സഞ്ചരിക്കുന്ന ഇന്ത്യൻ നേവിയുടെ ഒരു ഫ്രിഗേറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു ഹെലികോപ്റ്റർ പറന്നുയർന്ന് ഈ തിരച്ചിൽ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഇന്ത്യൻ നേവി ഈ ആരെങ്കിലും രക്ഷപ്പെട്ട് ഒഴുകി നടക്കുന്നുണ്ടോ, ഏതെങ്കിലും ചിലപ്പോൾ ലൈഫ് ബോട്ടിലോ ലൈഫ് ബോയിലോ സഹായത്തോടു കൂടി ചിലപ്പോൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരിക്കാം. ഇപ്പൊ നമ്മൾ ഈ 84 പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ബാക്കി 180 ബാക്കി ആൾക്കാരുണ്ട്.
ഏതാണ്ട് 96 പേരുണ്ട്. ഈ 96 പേരിൽ ചിലരൊക്കെ കൊല്ലപ്പെട്ടിരിക്കാം, ചിലരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരിക്കാം. എന്തായാലും അവരെ കണ്ടെത്താനും അതുപോലെ തന്നെ ശവം കണ്ടെത്താനുമുള്ള തെരച്ചിൽ ഇന്ത്യൻ നേവിയാണ് നടത്തുന്നത്. ഇപ്പോൾ ചോദിച്ചോളൂ. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. അതായത് ഹോർമോസ് കടലെടുക്ക് ഇപ്പം ഇറാൻ അടയ്ക്കാൻ പോവാന്ന് പറയുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പം അമേരിക്കയ്ക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മുങ്ങിക്കപ്പലിന്റെ ഫ്ലീറ്റ് ഉള്ളപ്പോൾ അവർക്ക് ഇറാൻ എന്ത് ചെയ്താലും അത് ഓവർകം ചെയ്യാനായിട്ടല്ലേ ഉള്ളൂ. കാരണം ഈ മുങ്ങിക്കപ്പൽ ഉപയോഗിച്ചിട്ട് അവരുടെ നാവിക കപ്പലുകൾ തകർത്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഇറാന്. അപ്പം അതെങ്ങനെയായിരിക്കും? അത് സത്യമാണ്, അത് വാസ്തവമാണ്. പറഞ്ഞത്, ആ നിരീക്ഷണം ശരിയാണ്. കാരണം ഞാൻ വിചാരിക്കുന്നത് അമേരിക്ക വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ മുങ്ങിക്കപ്പലുകൾ ഹോർമൂസ് പിന്നെ പ്രദേശത്ത് അമേരിക്ക വിന്യസിക്കും. ഹോർമൂസിലും ഗൾഫ് ഓഫ് ഒമാനിലുമായിട്ട് അമേരിക്ക വിന്യസിക്കും. അങ്ങനെ വിന്യസിച്ചാൽ ഇറാന്റെ ഈ ആ പ്രദേശം വഴി സഞ്ചരിക്കുന്ന എണ്ണക്കപ്പലുകളെ അല്ലെങ്കിൽ മറ്റു കപ്പലുകളെയും ഒക്കെ ആക്രമിക്കാനായിട്ട് ഇറാൻ വിന്യസിക്കുന്ന ഇറാന്റെ യുദ്ധക്കപ്പലുകൾ, അതുപോലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കൗൺസിൽ IRGCയുടെ ഹൈസ്പീഡ് ബോട്ടുകൾ, ഇതൊക്കെ തന്നെ നിസ്സാരമായിട്ട് അമേരിക്ക തകർക്കും. പിന്നെ ഇറാന് ആ ഒരു ആധിപത്യത്തെ തകർക്കാൻ ഇറാന്റെ കയ്യിൽ മരുന്നൊന്നുമില്ല, അതൊരു സത്യമാണ്. പിന്നെ ഇറാൻ ചെയ്യാവുന്നത് കരയിൽ നിന്നും മിസൈലുകൾ വിട്ട് ഈ കടലിൽ കൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കാം. കാരണം വളരെ വീതി കുറഞ്ഞ ഒരു കടലിടുക്കാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. അപ്പോൾ അങ്ങനെ ഇറാൻ ചെയ്യാം. ഇറാന് ആ ഹോർമൂസ് കടലിടുക്കിൽ ഏതാണ്ട് ഏറ്റവും കൂടുതൽ ദൂരം ഒരു സൈഡിലുള്ളത് ഇറാനാണ് രാജ്യം, അപ്പുറത്തെ സൈഡിൽ ഒമാനുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന് കരയിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈൽ ഉപയോഗിച്ച് അതുവഴി സഞ്ചരിക്കുന്ന കപ്പലുകളെ ഒരു പരിധിവരെ തടയാം. പക്ഷെ അമേരിക്ക രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അമേരിക്ക ഈ ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെ ആകെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ മിസൈലുകളെ എല്ലാം അമേരിക്ക തകർക്കും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, ഇപ്പൊ അമർദീപ് ചോദിച്ചതുപോലെ സ്വാഭാവികമായിട്ടും ഈ മുങ്ങിക്കപ്പലുകളെ നേരിടാൻ ഇറാന്റെ കയ്യിൽ യാതൊരു മരുന്നുമില്ല. ഈ ഒരു 4-5 മുങ്ങിക്കപ്പലുകൾ അമേരിക്ക ഈ പ്രദേശത്തേക്ക് ഹോർമൂസ് കടലിടുക്കിലേക്ക് അമേരിക്ക നിയോഗിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ സർവ്വ കപ്പലുകളും അമേരിക്ക നശിപ്പിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പാണ്. ഈ ഇന്ത്യയുടെ കൈവശം യഥാർത്ഥത്തിൽ ഇപ്പൊ ആകെ ഉള്ളത് ഒരു 18-20 അടുപ്പിച്ചുള്ള മുങ്ങിക്കപ്പലുകളാണ്. അതിൽ 2 അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. INS അരിഹന്ത്, INS അരിഘാത്. മൂന്നാമത്തേത് ഈ മാസം കമ്മീഷൻ ചെയ്യും, INS അരിന്ധ. പക്ഷെ അത് പോരാ. യഥാർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അന്തർവാഹിനികളുടെ എണ്ണം ഇന്ത്യ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യയുടെ മുഖ്യ എതിരാളിയായ ചൈനയ്ക്കും ഇപ്പോൾ 50ഓളം മുങ്ങിക്കപ്പലുകളുണ്ട്. ഇന്ത്യ അതിനാണ് അതിവേഗം പ്രോജക്ട് 75 എന്നും പ്രോജക്ട് 77 എന്നും പറഞ്ഞ 2 പ്രോജക്റ്റുകൾ. ആ പ്രോജക്ട് 75-ൽ നമ്മൾ ഒരു 10ഓളം അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന SSBN, SSN എന്ന് പറയുന്ന 2 തരത്തിലുള്ള മുങ്ങിക്കപ്പലുകളും നമ്മൾ വാങ്ങാനായിട്ട് ശ്രമിക്കുന്നു. മൂന്നാമത്തേത് നമ്മൾ സ്വന്തമായിട്ട് ഡീസൽ ഇലക്ട്രിക് മുങ്ങിക്കപ്പലുകൾ, അതിപ്പം ഇപ്പോൾ തന്നെ അതിൻ്റെ കരാറ് ജർമ്മനിയുമായിട്ട് ഒപ്പിടും. തൈസൺ ക്രിപ്പ് എന്ന് പറയുന്ന ജർമ്മൻ കമ്പനി ആയിരിക്കും ഇന്ത്യയെ സഹായിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതാണ്ട് 2030-35 ആകുമ്പോഴത്തേക്കും നമ്മളുടെ മുങ്ങിക്കപ്പലുകളുടെ എണ്ണം 40-ന് മുകളിലേക്ക് എത്തും എന്നാണ്. 2035 തന്നെ ഇന്ത്യക്ക് ഏതായാലും 2030 5 അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന മുങ്ങിക്കപ്പലുകളും 2035 10 അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന മുങ്ങിക്കപ്പലുകൾ ഇന്ത്യക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ദൗർഭാഗ്യവശാൽ പഴയ കാലത്ത് ഇന്ത്യ മുങ്ങിക്കപ്പലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കാര്യമായിട്ട് ശ്രമിച്ചില്ല. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഈ മുങ്ങിക്കപ്പലുകളെ ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിക്കാൻ, നമ്മുടെ സമയം തീരാറായി. അതായത് മുങ്ങിക്കപ്പലുകളെ നേരിടണമെങ്കിൽ 2 തരത്തിലാണ്. നമുക്ക് മുങ്ങിക്കപ്പലുകൾ വേണം. അതുകൂടാതെ മുങ്ങിക്കപ്പലുകൾക്കെതിരെ അത് കണ്ടുപിടിച്ചാലും അതിനെ തകർക്കാനും പറ്റുന്ന റഡാറുകളുള്ള ഹെലികോപ്റ്ററുകളുണ്ട്. അത് ഇന്ത്യയുടെ കൈവശമുണ്ട്. MH-60 അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചാണ് റോമിയോ ഹെലികോപ്റ്ററുകൾ.
പിന്നെ P-8 എന്ന് പറയുന്ന വിമാനങ്ങളുണ്ട്, പൊസൈഡൺ വിമാനങ്ങൾ. അത് ബോയിങ് കമ്പനിയാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം പിടിച്ചു നിൽക്കുന്നത് ഈ നമുക്ക് മുങ്ങിക്കപ്പലുകളുടെ എണ്ണം കുറവുണ്ടെങ്കിലും 12ഓളം 8 പൊസൈഡൺ വിമാനങ്ങൾ ഇപ്പോൾ തന്നെ നമുക്കുണ്ട്. നമുക്ക് 10-15 MH-60 ഹെലികോപ്റ്ററുകളുണ്ട്. ഇതിൽ നിന്നും റഡാർ ഉപയോഗിച്ച് പിന്നെ കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മുങ്ങിക്കപ്പലിനെ നമ്മൾക്ക് ടാർഗറ്റ് ചെയ്യാനും അതിൽ നിന്നൊരു മിസൈൽ വിട്ട് ഈ പിന്നെ മുങ്ങിക്കപ്പൽ തകർക്കാനും പറ്റും. ഈ ഒരു സംവിധാനമാണ്. ദൗർഭാഗ്യവശാൽ ഇറാന്റെ കൈവശം ഇങ്ങനെ ഒന്നുമില്ല. ഇറാൻ മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നത് മിസൈലുകൾ നിർമ്മിക്കാനും അതുപോലെ ഡ്രോൺ ഉണ്ടാക്കാനുമാണ്. ഈ 2 മേഖലകളിൽ മാത്രമാണ് ഇറാൻ ശ്രദ്ധിച്ചത്. മുങ്ങിക്കപ്പലുകളുടെ അഭാവം വരും ദിവസങ്ങളിൽ ഇറാനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പോൾ തന്നെ ഇറാൻ ഒരു ഡ്രോൺ ക്യാരിയർ എന്ന് പറഞ്ഞ വിമാനവാഹിനി കപ്പലൊന്നുമില്ല, പക്ഷെ അത്ര വലുതല്ല. ഏതാണ്ട് ഒരു ഡിസ്ട്രോയറിനേക്കാൾ കുറച്ചുകൂടെ അത്രയുള്ള ഒരു വലിയ ഡിസ്ട്രോയറിന്റെ വലിപ്പമുള്ള ഒരു ഡ്രോൺ ക്യാരിയർ എന്ന് പറയുന്ന ഒരു യുദ്ധക്കപ്പൽ ഉണ്ടാക്കിയിരുന്നു. ദൗർഭാഗ്യവശാൽ അമേരിക്ക 1 വർഷമേ ആയുള്ളൂ, പക്ഷെ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് ആങ്കർ ചെയ്തിരുന്ന ആ ഡ്രോൺ ക്യാരിയർ കപ്പലിനെ അമേരിക്ക പുഷ്പം പോലെ തകർത്ത് കളഞ്ഞു. വലിയ നഷ്ടമാണ് ഇറാൻ ഉണ്ടായത്. അത് കൂടാതെ പിന്നെ ഇറാന്റെ 8 ഫ്രിഗേറ്റുകൾ തകർത്തിട്ടുണ്ടെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എന്തായാലും ശരി, ദൗർഭാഗ്യവശാൽ നാവിക രംഗത്ത് മേൽക്കൈ കിട്ടാൻ ഇറാന് വലിയ ബുദ്ധിമുട്ടാണ്. ഇറാൻ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഇറാന്റെ കപ്പലുകൾ ഓരോന്നായിട്ട് അമേരിക്ക തകർക്കാനാണ് സാധ്യത. 2ാമത്തെ യുദ്ധക്കപ്പൽ വളരെ ദയനീയമായിട്ട് അഭ്യർത്ഥിച്ച് അഭയം തേടിയിരിക്കുകയാണ് ഇപ്പൊ കൊളംബോയിൽ. അവർ കയറ്റിയിട്ടില്ല ഇതുവരെ. അപ്പം അവരുടെ പിന്നെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന്റെ അതിർത്തിയിൽ ജസ്റ്റ് അതിനകത്തോട്ട് കയറി കിടക്കുകയാണ്. അങ്ങനെ കരഞ്ഞു വിളിച്ച് കിടക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആലോചിച്ചു, യഥാർത്ഥത്തിൽ ഇറാന് ചെയ്യേണ്ടിയിരുന്നത് ഈ 2 യുദ്ധക്കപ്പലുകളെയും അകമ്പടി സേവിക്കാനായിട്ട് 2 അന്തർവാഹിനികൾ അങ്ങോട്ട് അയക്കണമായിരുന്നു. അന്തർവാഹിനികൾ അവർക്കില്ല. അവരെന്ത് ചെയ്യും? അവർക്ക് ഈ യുദ്ധം തീരുന്നിടം വരെ ഈ അമേരിക്ക മിക്കവാറും 2ാമത്തെ കപ്പൽ തകർക്കും. ഒരുപക്ഷെ കപ്പലിലെ നാവികരെ ഇവാക്യുവേറ്റ് ചെയ്യാൻ അമേരിക്ക സമ്മതിക്കുമായിരിക്കും. അത് ശ്രീലങ്കയോ ഇന്ത്യയോ അത് ചെയ്തു കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കപ്പൽ അമേരിക്ക തകർക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു പിന്നെ അഡ്ജസ്റ്റ്മെന്റിലൂടെ സേവ് ചെയ്യും. അല്ലെങ്കിൽ അമേരിക്ക ചിലപ്പോൾ മൊത്തം കപ്പലും അങ്ങ് തകർത്തന്നിരിക്കാം, നാവികർ കുറെ കൊല്ലപ്പെടും. അത് ഇറാൻ ഒരു ആയിരിക്കും അമേരിക്ക അത് ചെയ്യുന്നത്. വളരെ ദൗർഭാഗ്യകരവും ഭീതിതവുമായ ഒരു സ്ഥിതിവിശേഷമാണ്. ശവങ്ങളൊക്കെ കടലിലൂടെ ഒഴുകി നടക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ അറേബ്യൻ കടലിൽ നിറയെ ശവങ്ങൾ, ഇറാൻ നാവികരുടെ ശവങ്ങൾ കൊണ്ട് അമേരിക്കൻ നമ്മുടെ തീരപ്രദേശങ്ങളിലും ഒക്കെ ഒരുപാട് ശവങ്ങൾ വന്നടിയാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല. വളരെ ദൗർഭാഗ്യകരമായ ഒരു സിറ്റുവേഷനാണ്. പക്ഷെ അത് ലോകത്തിന് മുഴുവൻ ഒരു പാഠമാണ്. അന്തർവാഹിനികൾ ഇല്ലാത്ത ഒരു രാജ്യത്തിന് ഇനി വരുന്ന കാലത്ത് ഒരു യുദ്ധത്തിലും ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം.